തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഇവളെന്താ ഇതുവരെ ഫോൺ ഓൺ ചെയ്യാത്ത? ആ, ജെന്നിഫറിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ പ്രിയ? പാറ അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. സമാധാനമായി. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അവൾ എപ്പോഴാ തിരിച്ചു വന്നത്? അവള് ഉച്ചയ്ക്ക് തിരിച്ചു വന്നാണല്ലോ. അവള് പ്രിയന്റെ കൂടെ തിരിച്ചു വന്നെന്നാ ഞാൻ വിചാരിച്ചേ. ഡോക്ടറെ കാണാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോയതെങ്കിലും ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പാറു ഡോക്ടറിനെ കണ്ടിട്ട് പോയി. ഞാനവളെ കുറെ നേരമായിട്ട് വിളിക്കാൻ ശ്രമിക്കുക, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. ഓ, അപ്പോ പ്രിയൻ ഇവളെ ഡോക്ടറുടെ അടുത്ത് ഒറ്റയ്ക്കാക്കിയതിനാണോ ഇവളിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അവള് അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാമോ? ആ, കൊടുക്കാം. ദാ, സംസാരിച്ച് പിണക്കൊക്കെ മാറ്റ്. ചെറിയ കുട്ടികളെ പോലെ വാശി കാണിക്കല്ലേ. ദാ. ഹലോ. എന്താ നിനക്ക് പറ്റിയത്? ഉച്ച മുതല് ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. നീ എന്താ ഫോൺ എടുക്കാത്ത? അതില് ചാർജ് ഉണ്ടായിരുന്നില്ല. ആശുപത്രി വെച്ച് തന്നെ ഓഫായി. ഓക്കെ, അവിടെ വെച്ച് ചാർജ് തീർന്നു, സമ്മതിച്ചു. ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം ഫോൺ ചാർജ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. നിന്നെ തെരഞ്ഞ് ഞാൻ എത്ര അലഞ്ഞെന്നറിയോ? ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ക്ഷീണമായി. അത് ഞാൻ കുറച്ചേരം കിടന്നത്. അപ്പൊ അറിയാതെ ഉറങ്ങിപ്പോയി. ആ, അതൊക്കെ പോട്ടെ. ഡോക്ടർ എന്താ പറഞ്ഞത്? പരിശോധനയില് കുഴപ്പമൊന്നുമില്ല. പോഷകക്കുറവ് കൊണ്ടാണ് തലച്ചുറ്റെന്നാ പറഞ്ഞത്. അതിന് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണമെന്നും നന്നായിട്ട് ഉറങ്ങണമെന്നും പറഞ്ഞു. അത്രേ ഉള്ളോ? ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. പോഷകക്കുറവൊക്കെ നമുക്ക് നികത്താം. ഇനി മുതല് നീ ഹോസ്റ്റലിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവരണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നിനക്ക് ലഞ്ച് കൊണ്ടുവരാം. അത് കഴിച്ച നീ ഉരുക്ക് വനിതയാവും. പാറു, നീ എന്താ ഒന്നും സംസാരിക്കാത്ത? ജെന്നിഫർ പറഞ്ഞതുപോലെ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? എന്നോട് നീ തന്നെയല്ലേ പോവാൻ പറഞ്ഞത്? ഞാൻ പോയ ഉടനെ തന്നെ തിരിച്ചു വന്നത്. അപ്പോഴേക്ക് നീ പോയി. എന്തൊക്കെ കാരണം പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ പാടില്ലായിരുന്നു. സോറി മോളെ. അയ്യോ, പ്രേംചേട്ടൻ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ നീ എന്താ ഒരു ഉഷാറില്ലാതെ സംസാരിക്കുന്നത്? അത് ക്ഷീണം കാരണമായിരിക്കും. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അമ്മാവനെ കണ്ടു. ആരെ? തുളസിയുടെ അച്ഛനെ. വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. അമ്മ പാറുവിനെ പോലെ ഒരു മരുമകളെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് അമ്മാവനോട് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നീ അമ്മയെ ശരിക്കും മാക്കിയെടുത്തിരിക്കുകയാണല്ലേ. എന്റെ കുടുംബം മുഴുവനും ഇപ്പൊ നിന്റെ ആരാധകരാ. പാറു, നീ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മാവന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ സന്തോഷമായി. പക്ഷേ തുളസിയുടെ കാര്യം പറഞ്ഞപ്പോ കുറച്ച് വിഷമം തോന്നി. ആ കുട്ടിക്ക് എന്ത് പറ്റി? അവളിപ്പോഴും നല്ല വിഷമത്തിലാണെന്ന് അമ്മാവൻ പറഞ്ഞത്. കല്യാണം നടക്കില്ല എന്നറിഞ്ഞ അന്ന് മുതല് തുളസി ആരോടും ഒന്നും മിണ്ടാതെ മുറിയിൽ തന്നെ പൂട്ടിയിരിക്കുക.
കുട്ടിക്കാലം മുതല് എല്ലാരും അവൾക്ക് ആവശ്യമില്ലാത്ത ഓരോ പ്രതീക്ഷകൾ കൊടുത്ത് വളർത്തിയതല്ലേ. യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് സാരമില്ല, കുറച്ചു നാൾ കഴിഞ്ഞ് അവളെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കാം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഗുളിക കഴിച്ചതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാ വേഗം ഉറങ്ങാൻ നോക്കിക്കോ. പിന്നെ നാളെ മുതല് നീ സൈക്കിളിൽ ജോലിക്ക് പോണ്ട. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ശരി, നാളെ കാണാം. പ്രിയൻചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അവസ്ഥ പ്രിയൻചേട്ടൻ അറിഞ്ഞാൽ എന്തുമാത്രം വേദനിക്കുന്ന എനിക്കറിയാം. നാളെ എന്തായാലും വീണ്ടും ടെസ്റ്റ് എടുക്കണം. പ്രിയൻചേട്ടൻ വരുന്നതിന് മുൻപ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് പെടാതെ ഇറങ്ങണം? പ്രിയൻചേട്ടന് മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ രാവിലെ തന്നെ ഹൗസിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. പ്രിയൻചേട്ടൻ ഇത്ര നേരത്തെ വരുന്ന ഞാൻ കരുതിയതേയില്ല. ഇനി അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? എന്തിനാ ഭഗവാനെ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാനിപ്പോ ഇറങ്ങുവാ. നീ എവിടെയാ? ഈ കുട്ടിയുടെ ഫോണായിരിക്കും അടിച്ചത്. എന്നാലും ആരും എന്താ ഫോൺ എടുക്കാത്ത? എത്ര സമയമായാലും കുഴപ്പമില്ല, അവളെ കണ്ട് സംസാരിക്കാതെ പോകുന്ന പ്രശ്നമില്ല. ചേട്ടാ. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ വിളിച്ചേക്കുന്നേ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്തു തരണം. നീ കാര്യം എന്താണെന്ന് പറ മോളെ. പ്രിയൻചേട്ടൻ എനിക്ക് വേണ്ടി ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ടുവരാം. അയ്യോ ചേട്ടാ വേണ്ട, അദ്ദേഹത്തെ വിളിക്കണ്ട. നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മളെ പ്രിയനല്ലേ. പ്രിയൻചേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനാ ഞാൻ ചേട്ടനെ വിളിച്ചത്. എന്തിനാ മോളെ നീ പ്രിയനീന്ന് ഇങ്ങനെ വിളിച്ചു നടക്കുന്നേ? എന്തിനാണെന്ന് ഇപ്പൊ ചേട്ടൻ എന്നോട് ചോദിക്കരുത്.